നിങ്ങൾ ജീവിതത്തിൽ പഞ്ചസാര ഒഴിവാക്കണം. പഞ്ചസാര ഒഴിവാക്കണം, ഉറപ്പായിട്ട് ഒഴിവാക്കണം. പഞ്ചസാര ഒഴിവാക്കിയവർക്ക് കൈപ്പൊക്കാം. പഞ്ചസാര ജീവിതത്തിൽ ഒഴിവാക്കണം. ഡോക്ടറുണ്ട്, പഞ്ചസാര ഒഴിവാക്കണം. അടുത്ത് പറയും പഞ്ചസാര ഒഴിവാക്കണം. ഒഴിവാക്കാൻ തന്നെ വേണം. മജ്‌ലിസുകളിലൊന്നും പഞ്ചസാര വേണ്ട. ശർക്കര ഉറപ്പുണ്ടെങ്കിൽ ശർക്കര ആയിക്കോളി. ഞാൻ മറയൂർ പോയിട്ട് ശർക്കര കൊണ്ടുവന്നു. ഈ നോമ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ മറയൂർ പോയി. മറയൂർ ശർക്കര നോക്കി കണ്ടു. മറയൂർ ശർക്കര കൊണ്ടുവന്നു. നീ അല്ലേ കൂടെ ഉള്ളത്? അൻവർ കൂടെ ഉണ്ട്. മറയൂർ ശർക്കര മറയൂരിൽ നിന്ന് കൊണ്ടുവന്നു. അത് കണ്ട് പഠിച്ച്. എന്തുകൊണ്ട്? ഒരു നന്മയാണ്. പഞ്ചസാര ഒഴിവാക്കണം. പഞ്ചസാര എന്ന് പറഞ്ഞാൽ അസ്മുൽ ഖാതിൽ, നിശബ്ദമായ കൊലപാതകിയ. പഞ്ചസാര നിത്യമായി ഉപയോഗിക്കുന്നവർക്ക് രോഗം വരാതെ നിർവാഹമില്ല. അവർക്ക് ക്യാൻസർ എന്തെങ്കിലും അവർക്കുണ്ടോ? ഒഴിവാക്കന്നെ വേണം. പഞ്ചസാര ജീവിതത്തിൽ ഒഴിവാക്കുക. അത് വീട്ടിൽ ഈ ക്ലാസ് കേൾക്കുന്നവരോട് ഞാൻ പറയാം, അത് പാത്രം കഴുകിയാൽ വെച്ചാൽ പഞ്ചസാര വേണ്ട. ശർക്കര അടിസ്ഥാനപരമായി പഞ്ചസാര അടുത്ത കാലത്ത് വന്നതാണ് നമ്മളെ നാട്ടിലേക്ക്. നമ്മളെ അടിസ്ഥാനപരം അതിനെന്തായിരുന്നു? നമ്മളെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ പഞ്ചസാര ഇല്ല. മിനിഞ്ഞാന്നൊരു പ്രസംഗം ഞാൻ നടത്തി, ഇറാൻ തകരും, കേട്ടവരൊക്കെ പ്രശ്നം ഉണ്ടാക്കി. വലിയ കമന്റ് ബോക്സ് ഓഫ് ചെയ്തു. കാരണം ചീത്ത കേട്ടിട്ട്. ഇറാൻ തകരാൻ വേണ്ടിയല്ല ഞാൻ പറയണത്. പക്ഷെ ഇറാൻ തകരുമെന്ന സത്യമാണ്. തകരും, ഉറപ്പ്. ഇറാൻ തകരും, ഉറപ്പ് തകരും. അതെന്ന് ലാതിരി. എന്തുകൊണ്ട്? എന്താ കാരണം ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട്? ഇതൊരു ശൈത്താനി കാലഘട്ടമാണ്. ശൈത്താനി കാലഘട്ടത്തിൽ ഇലാഹി സംവിധാനങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല. ഉറപ്പ്. അപ്പോൾ അവർ യുദ്ധം ചെയ്ത തെറ്റാണോ? അല്ല. ഹമാസ് യുദ്ധം ചെയ്ത തെറ്റാണോ? അല്ല. പക്ഷെ തോറ്റിരിക്കും. യുദ്ധം ചെയ്തൊക്കെ കൂലിയിട്ടൂലേ? കിട്ടും. ഷെയ്ദിന്റെ പദവി ഉണ്ടാവും. പക്ഷേ തോറ്റിരിക്കും. തോൽവിയും ജീവിതത്തിൽ ഉണ്ടാവുണ്ട്. എന്തെങ്കിലും വിചാരിച്ച് ചില ആളുകൾ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് പോലും വിളിക്കണം. അല്ല ചങ്ങായി, എനിക്കും പൂതി ജയിക്കലാണ്. കാരണം ഈ സാമ്രാജ്യത്വ ശക്തികൾ നശിക്കണം പൂതിയില്ലാത്ത ആരാ ഈ ഭൂലോകത്തുള്ളത്? പക്ഷെ തോൽക്കും ഉറപ്പ്. ചില ആളുകൾ കമന്റ് ബോക്സ് ഓഫാക്കേണ്ടി വന്നു ചീത്ത പറഞ്ഞിട്ട്. നിങ്ങൾ തോന്നിയ പറയാൻ തോൽക്കൂടെ? അല്ലെങ്കിൽ ഇലാഹി നുസ്രത്ത് വേണം. ഇലാഹി നുസ്രത്ത് ഉള്ളവർ ഇന്ന് സമൂഹ മധ്യത്തിൽ ഇല്ല. അതാ പ്രശ്നം. താലികെട്ടിന്റെ കാര്യമല്ല. താലികെട്ടിയോണ്ട് ഇലാഹി നുസ്രത്ത് ഉണ്ടാവില്ല. തൊപ്പിട്ടുണ്ടാവില്ല. കറുത്ത കുപ്പായിട്ടോണ്ട് ഉണ്ടാവില്ല. അതിനൊരു സമയം വേണം. ആ സമയം വരെ അതങ്ങനെ തന്നെ പോവും. ഒരു യുഗത്തിങ്കൽ ഒരിക്കലോ മറ്റോ തിരുവവതാരം ജഗദീശൻ ചെയ്യൂ. അതിനു മുമ്പിലും അതിനു പിമ്പിലും ക്ഷിതിക്കുമർത്യർത്തൻ ഭരം സുദുസ്സഹം. ഇത് ഉള്ളൂരിന്റെ കവിതയാണ്. ഇതിലാ അവതാരം നടമാക്കിയ ഒക്കെ ഫിറ്റാ. ഒരു യുഗത്തിങ്കൽ ഒരിക്കലോ മറ്റോ തിരുവവതാരം ജഗദീശൻ ചെയ്യൂ. ആ ജഗദീശന്റെ അവതാരമാണ് മാറ്റിച്ചാൽ മതി. ഇലാഹി നുസ്രത്ത് അങ്ങനെ വരൂല. ബൈത്തുൽ മുഖദ്ദസ് കുതിരലായമാക്കുന്ന സമയവും ഉണ്ടായി 1099. പിന്നെ ചാണകുഴിയ എന്ത് മെഹ്റാബ്. ഏത് മെഹ്റാബ്? പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മെഹ്റാബ്. അന്ന് മുസ്ലിങ്ങളില്ലേ? ഉണ്ട്. പക്ഷെ തോൽക്കേണ്ട കാലാണ്. അവർ യുദ്ധം ചെയ്തൊരു ചെയ്താവൂലേ? ആകും. പക്ഷെ തോൽക്കേണ്ട കാലം. അന്ന് ആര് ജീവിച്ചിരിപ്പുണ്ട്? മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞില്ലേ, അന്ന് ആര് ജീവിച്ചിരിപ്പുണ്ട്? മുസ്ലിം ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായ അശ്ശൈഖ് അബൂ ഹാമിദുൽ ഗസ്സാലിയെ പോലെ ഒരാൾ 1000 കൊല്ലത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊരാൾ വാദിച്ചാൽ ഞാൻ അവനോട് യുദ്ധം ചെയ്യും. ഗസ്സാലിയെ പോലെ ആൺകുട്ടി ഉണ്ടായിട്ടില്ല. അന്ന് ജീവിച്ചിരിപ്പുണ്ട് ആര്? ഗസ്സാലി. എന്നിട്ടും തോൽക്കേണ്ട പീരീഡാണ്. ഗസ്സാലി മരിക്കുന്നത് 1111 എന്നാൽ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെടുന്നത് 1187. ഗസ്സാലി വഫാത്തായിട്ട് പിന്നെ 3/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട്. എന്ത്? തോൽക്കേണ്ട പീരീഡിൽ തോറ്റിരിക്കണം. തോൽക്കും പറഞ്ഞിട്ടല്ല. വളരെ ചിന്തിക്കണം. തോൽക്കലും ഖൈറുണ്ട്. മുഅ്മിനായ മനുഷ്യന്റെ കാര്യം വലിയ അത്ഭുതമാണ്.
ഇദാ മസ്സതുഹു സറാഉ ശകറ ഫഹുവ ഖൈറുൽ ലഹു വഇദാ മസ്സതുഹു ളറാഉ സബറ ഫഹുവ ഖൈറുൽ ലഹു. ചിലപ്പോൾ അവന് നേട്ടം ലഭിക്കും, അപ്പോൾ നന്ദി ചെയ്യും, അപ്പോൾ അത് അവന് ഖൈറാണ്. ചിലപ്പോൾ അവന് കോട്ടമുണ്ടാകും, അപ്പോൾ അവൻ ക്ഷമിക്കും, അതും അവന് ഖൈറാണ്. അജബൽ ലിഅംരിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം വലിയ അത്ഭുതമാണ്. തോൽക്കേണ്ട കാലം തോൽക്കും. അങ്ങനെ ആകൂ. അത് പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പൊ ചിന്തിക്കണം. ചിന്തിക്കാതെ കാര്യം ചെയ്യരുത്, ഇസ്തിശാറത്ത് ചെയ്യാതെ ചെയ്യരുത്. ഞാൻ ഇനി ഇങ്ങനെയൊക്കെ ചെയ്താലും ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയും? ഇല്ല വജിഹില്ല, അതെന്തിനു വേണ്ടി ചെയ്യണം? ചെയ്യണം. എല്ലാം അങ്ങനെ തന്നെയാണ്. ജീവിതം മൊത്തം നിക്കായിൽ ഒരാൾ സമ്മതം തരാണല്ലോ. എൻ്റെ മകളൊപ്പം നടക്കാനും കിടക്കാനും നിനക്കാൻ സമ്മതം തന്നു, ഇതാണല്ലോ എന്ത് നിക്കാഹ്. ഞാൻ മറ്റേ കട്ടുകൊണ്ടുപോലാണ്. സമ്മതം വേണം. അപ്പൊ സമ്മതം പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്ത് എന്ത് സമ്മതമാകും പ്രശ്നമുണ്ട്. എന്ത് അള്ളാഹിന് പൊരുത്തമില്ലാത്തൊരു കാര്യം നമ്മൾ ഉപയോഗിക്കൂല. അതിൻ്റെ ആരോഗ്യം സംരക്ഷിക്കും. ഭക്ഷണം കഴിക്കൽ മനസ്സിലായില്ല. എന്തും അള്ളാഹിനെ പൊരുത്തമില്ലാതെ ഉദാഹരണം ബിസ്മില്ല സുന്നത്താണ്. സുന്നത്ത് വലിയ സുന്നത്താണ്. കള്ളുടിക്കും ബിസ്മില്ലല്ലോ, പറ. കള്ളുടിക്കും ബിസ്മില്ലല്ലോ. അന്തൻ ചെയ്താൽ കഫറാണ്. അന്തൻ കരുതി കൂട്ടി ചെയ്താൽ കഫറാണ്. അറിയാതെ എന്തിനും ബിസ്മി അല്ലയോന്ന് വന്നുപോയി. ഞാൻ പറഞ്ഞു ഇപ്പൊ ബിസ്മി അല്ലോന്ന് കള്ളുടിക്കും പറഞ്ഞുണ്ടാക്കിയതാ. പറഞ്ഞു പോവുക. ഒരു കള്ളുടിച്ചപ്പോഴും എന്ത് ചെയ്തു? ബിസ്മി അല്ലിയാൽ അവിചാരിതമാണെങ്കിൽ ഹറാമാണ്, വിചാരിതമാണെങ്കിൽ കഫറും ഉറപ്പ് കഫറും. കാരണം അള്ളാഹുവിൻ്റെ പൊരുത്തമില്ലാത്ത സാധനമാണ് കള്ള്. എത്ര ആലോചിച്ചാൽ മതി. അള്ളാഹുവിൻ്റെ പൊരുത്തമില്ലാത്തതാണ് എന്ത്? കള്ള്. ഈ ഒരു മെത്തേഡ് മാത്രം പാലിച്ചാൽ ഒക്കെ എല്ലാം. ഇവർ സ്വതക്ക കൊടുക്കുക, എൻ്റെ പൊരയിൽ പട്ടിണി ഇറക്കുക. ഇവിടെ സ്വതക്ക കൊടുക്കല്ലോ അള്ളാഹ്ക്ക് പൊരുത്തണ്ടോ ഇല്ലേ? നജു കൊടുക്കൂല. മറ്റേ ജാളായ അവിടെ കൊടുക്കൂ, എൻ്റെ പൊരയിൽ പട്ടിണി നടക്കും. അങ്ങനത്തെ ആളുകൾ ഇവിടെ വരാറുണ്ട്. തിരിഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ നിങ്ങൾ അവസാനങ്ങളിൽ പിരിവ് നടത്തുമ്പോൾ നിങ്ങളോട് പറയും പൈസ ഉള്ളവർ എന്നാൽ മതി. എൻ്റെ അങ്ങനെ പറയുന്നുണ്ടോ ഇല്ലേ? അത് ഇവിടുത്തെ കമ്മിറ്റിക്കാർക്കൊക്കെ തരാം. ഇതൊന്നും എന്തിനാ ഞങ്ങൾ പറയണത്? ഒരു പൈസ നോട്ടെ, ഇവിടെ അങ്ങനെ പൈസ വേണ്ട. ഇവിടെ നിങ്ങളെ ആവശ്യം കഴിഞ്ഞിട്ട് തന്നാൽ മതി. അങ്ങനെ തന്നാൽ ഇത് പൂട്ടിയാലോ എന്ത് കുന്തവിടെ പറ്റുന്നത്? ഇത് പൂട്ടിയണ്ട. ഇത് പൈസ കിട്ടിയില്ലെങ്കിൽ പൂട്ടൂലേ? പൂട്ടിക്കോട്ടടാ. ഇത് തുറന്നത് എന്തിനാ? എന്തൊരു കൗമാണ്. ഇതെന്തിനാണ് തുറന്നത്? പൂട്ടാനടാ. സുലൈമാൻ മൗലവി പുര കത്തിച്ചപ്പോൾ പിന്നെ ആരോ പോലീസിക്ക് വിളിച്ചു പറഞ്ഞു. അങ്ങനെ പോലീസുകാർ വന്നു. എന്താ മൗലവി ഞങ്ങൾ ഈ പുര കത്തിക്കണോ ചോദിച്ചു. എന്ത് മൗലവി ഞങ്ങൾ പുര കത്തിച്ചു ചോദിച്ചു. സുലൈമാൻ മൗലവിയല്ലേ. അപ്പോൾ സുലൈമാൻ മൗലവി എസ്.ഐനോട് പറഞ്ഞു അങ്ങനെ ചോദിക്കല്ലേ, എന്തിന് പുര ഉണ്ടാക്കിയെന്ന് ചോദിക്കുക. അപ്പൊ എസ്.ഐ ചോദിച്ചു എന്തിനാ ഞങ്ങൾ പുര ഉണ്ടാക്കി? കത്തിക്കാൻ തന്നെ. തോന്നിയപ്പോൾ ഉണ്ടാക്കി. നീ തോന്നുമ്പോ കത്തിക്കും. എങ്ങനെ കത്തിനുണ്ടാൽ ഓലപ്പരയാണ്. എങ്ങനെ കത്തിനുണ്ടാ ഒരു സുഖമല്ലേ? എനിക്കൊരു സുഖത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇനി ഒരു സുഖത്തിന് വേണ്ടി ഞാൻ കത്തിക്കും. അപ്പൊ എന്തിനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ കത്തിക്കാൻ തന്നെ. തോന്നുമ്പോ പാർക്കും, തോന്നുമ്പോ കത്തിക്കും ചെയ്യും. മനസ്സിലാവുണ്ട്? നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഒരു കാര്യം ചെയ്യുമ്പോ ഉദാഹരണം നീ എനിക്ക് അങ്ങനെ തോന്നിയത് ചെയ്യാൻ പാടില്ല. നീ ഒരു സദക്ക കൊടുക്കണമെങ്കിൽ നിന്റെ പൊരയിൽ ഉണ്ടാകണം. യസ്അലൂനക മാദാ യുൻഫിഖൂൻ. എങ്ങനെ ആയത്തിന് ബാക്കി? യസ്അലൂനക മാദാ യുൻഫിഖൂൻ. എന്താണ് ചെലവഴിക്കേണ്ടത്, ദാനം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെലവഴിക്കേണ്ടത് എന്ന് അവർ അങ്ങയോട് വന്ന് ചോദിക്കും. ഖുലിൽ അഫ്വ, നബിയെ അങ്ങ് പറയുക. അൽ അഫ്വ ശിഷ്ടം. അതായത് പറ നിന്റെയും നിന്റെ ആശ്രിതരുടെയും എല്ലാവരും കൊടുത്തു പോയിട്ടോ പോണ്ട. ഒരാൾ കുറച്ചാൾ കൊടുക്കാതെ പോയിക്കോട്ടെ. എന്നാലെന്താ നിങ്ങൾക്ക് പറയണ മനസ്സിലാവണുണ്ടാ? എന്താണതൊക്കെ പൂട്ടിയാ വരിക? പൂട്ടിക്കോട്ടെ. എങ്ങായി നിങ്ങൾക്ക് പറയണ മനസ്സിലാവണ്ട. ഇത് പൂട്ടാൻ തന്നെ പറയാം. എങ്ങായി വിചാരിക്കണ്ടോ? മൂപ്പരത് വെറുതെ പറയാനല്ല. അള്ളാഹ് നിശ്ചയിച്ച സമയത്ത് നടന്നാൽ മതി. അള്ളാഹു നിശ്ചയിച്ച പൂട്ടലാണെങ്കിൽ അതിലാണ് ഖൈറ്. ഞാനത് പൂട്ടാൻ എനിക്ക് വാശില്ല, നടത്തൊന്നും വാശില്ല. ഇന്റെ റബ്ബിന് എന്താണോ ഇഷ്ടം അത് നടക്കട്ടെ.
നിങ്ങൾക്ക് പറയണ നിങ്ങൾ ചിന്തിക്കണം, മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അള്ളാഹുവിന്റെ പൊരുത്താണ് പ്രധാനം. അപ്പൊ എന്റെ ഭാര്യയും കുട്ടി അവിടെ കാത്തിരിക്കാണ്, നിനക്ക് ക്ഷമിക്കാൻ കഴിയും, അവർക്ക് ക്ഷമിക്കാൻ കഴിയുമല്ലേ? ഉണ്ടോ അല്ലേ? ഇല്ല. കാരണം എന്തുകൊണ്ട്? ഏറ്റവും ചുരുങ്ങിയത് അവരുടെ കണ്ണ് അതിനേക്കാൾ വലുതിലേക്ക് നീളും. നമ്മളെ വാപ്പ അങ്ങനെ മോലിയരായി ദിക്റും ചൊല്ലി നടന്നപ്പോ നമ്മക്കൊന്നും ഉണ്ടായില്ല എന്ന് അവർക്ക് തോന്നും. അതിനേക്കാൾ നല്ലത് എന്താണ്? അർത്ഥം പറയാ, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാം. എന്തായാലും നീ ഉപേക്ഷിക്കൽ, വറസത്തക്ക നിന്റെ അനന്തരാവകാശികളെ നീ ഉപേക്ഷിക്കലാണ് ഖൈറുൻ, ഖൈർ മിൻ അൻ തദഅ നീ ഉപേക്ഷിക്കുന്നതിനേക്കാൾ വറസത്തക്ക നിന്റെ അനന്തരാവകാശികളെ എങ്ങനെ ഫുഖറാ ഫഖീറന്മാരായിട്ട് അവിടെ പള്ളിയേക്കും യതീംഖാനയ്ക്കും മദ്രസയ്ക്കാണ് കൊടുത്തു. അവസാനം ബാക്കിയുള്ള നാട്ടുകാർ ഒരു 3 കഷ്ണം തുണി വാങ്ങി കിട്ടി പാക്കാക്കണം, പാർസലാക്കി പരലോകത്തേക്ക്. പിന്നെ കുട്ടിയൊക്കെ അന്ന് അടിയന്തരത്തിന് കുറച്ച് അരി ഉണ്ടായിരുന്നു, അതിന് ബാക്കിയൊക്കെ തിന്ന് അടിയന്തരം കഴിച്ചോളൊക്കെ പോയി. ഓലെന്ത് പറഞ്ഞു? ഒന്നുമില്ല. അപ്പൊ എല്ലാവർക്കും പറയാനുള്ള വാക്യാണ് ആ കള്ള നോക്കും, അല്ല നോക്കും, പിറ്റേന്ന് പട്ടിണി നടക്കും. കുറ്റാരിക്ക പറയണ കുറ്റാരിക്ക ബാപ്പാക്ക്. കാരണം ബാപ്പാക്കുള്ളതൊക്കെ നാട്ടുകാർ കൊടുക്കാൻ ആര് പറഞ്ഞിട്ടില്ല? പറപ്പ മനുഷ്യ, കൈ കിട്ടിയൊക്കെ നാട്ടുകാർ കൊടുക്കാൻ ആര് പറഞ്ഞിട്ടില്ല? അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ആ ദർജയിൽ എത്തണം. സിദ്ദീഖുൽ അക്ബറിന് ആ ദർജ ഉണ്ട്. നിന്റെ വീട്ടിൽ നീ എന്താ ബാക്കി വെച്ച്? അബ്ഖൈതുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെ റസൂലിനെയും. ഒരു പ്രശ്നം ഒന്നും എന്തിയില്ല. അതേ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചു, ഞാൻ എന്റെ മാല് ദാനം ചെയ്യട്ടെ? ഇല്ല, രോഗത്ത് കിടക്ക സഅദ്. അപ്പൊ ഹബീബ നബിയോട് ചോദിച്ചു, നബിയെ ഞാൻ എന്റെ മുതലൊക്കെ ദാനം ചെയ്യട്ടെ? ഇല്ല. ബിസുലുസൈ മാലി ഇല്ല, ബിനിസ്ബി മാലി ഇല്ല, ബിസുലുസി മാലി ഇൻ ശിഇത്. യാ സുബ്ഹാനല്ലാഹ്. എന്തേ നബിക്ക് ഞാൻ എന്റെ മുതലിന്റെ മുഴുവനും ദാനം ചെയ്യട്ടെ? ഇല്ല, പറ്റൂല. 3ൽ 2 ദാനം ചെയ്യട്ടെ? ഇല്ല, പറ്റൂല. പകുതി ദാനം ചെയ്യട്ടെ? ഇല്ല, പറ്റൂല. 3ൽ 1 ഇനി ശൈത്ത. അങ്ങനെ നിനക്ക് വലിയ പൂതി ഉണ്ടെങ്കിൽ ചെയ്തോ. എന്തു എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ദാനം ചെയ്യണ്ട. റസൂലുള്ളാഹിക്ക് സ്വഹാബികളെ സമ്മേളനം വിളിച്ചോട്ടി എന്ത് പറയാ? ഇതാണടാ ആ കുട്ടി, കയ്യിലുള്ള മുതൽ ഇസ്ലാമിന് ദാനം ചെയ്ത് എങ്ങനെ ആയിക്കോളി. അങ്ങനെ പറഞ്ഞോ? പറയായി അങ്ങനെ പറഞ്ഞോ? ഇല്ല. എന്റെ കയ്യിലുള്ള 20 ഉറുപ്യ ഇവിടെ തന്നു, പിന്നെ പോകുമ്പോൾ നെയ്യപ്പവും ചായ അവിടെ കണ്ടാൽ എനിക്ക് എന്ത് വരും? കൊടുക്കേണ്ടിയിരുന്നില്ല. സത്യല്ലേ? എന്തിനാണ് തന്നത്? അത് നിനക്കൊരു നെയ്യപ്പം ചായ കുടിച്ച് അൽഹംദുലില്ലാ എന്ന് പറയലാണ് ഇവിടെ തരുന്നതിനേക്കാൾ അല്ലാഹുക്ക് ഇഷ്ടം. അതിന് ബാക്കിയുണ്ടെങ്കിൽ കൊടുത്തോ. യസ്അലൂനക മാദാ യുൻഫിഖൂന ഖുലിൽ അഫ്വ. അപ്പൊ നമ്മൾ അള്ളാന്റെ വജഹിന് വേണ്ടിയാണെങ്കിൽ അതൊക്കെ ക്ലിയർ ആക്കും. യതീംഖാനയിൽ ഒരാൾ അരി കൊടുത്തു, അവന്റെ കുടുംബക്കാരൻ പട്ടിണി നടക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമല്ലേ? അള്ളാഹു സ്വീകരിക്കുമല്ലേ എന്നാ ചോദ്യം. അള്ളാഹു സ്വീകരിക്കൂല. മനസ്സിലായോ? അപ്പൊ അള്ളാന്റെ വജഹിന് വേണ്ടി കുടുംബക്കാരന് വിഷമമായിട്ട് പുറത്ത് ദാനം ചെയ്യാൻ പാടില്ല. അള്ളാന്റെ വജഹിന് വേണ്ടി പാടില്ല. അതെ 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 ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ കോപിപ്പിച്ചിട്ട് ആരെയും തൃപ്തിപ്പെടുത്തരുത്. ഇത് അള്ളാഹിനെ കോപിപ്പിക്കുക. ഇവിടെ എന്റെ യതീംഖാന കമ്മിറ്റിയാണ് സമ്മേളനം വിളിച്ചു കൂട്ടി എന്നോട് പറയും, ഇതാ 100 ചാക്ക് അരി തന്നോള്. ഇവന്റെ നേരെ കുടുംബക്കാരനായ ഒരാള് മരിച്ചിട്ട് ആ വിധവയും കുട്ടികളും പട്ടിണി കിടക്കാണ്, പട്ടിണി പോലെ ജീവിക്കാണ്. ആളുകൾ തന്നതുകൊണ്ട് ജീവിക്കാൻ ഒപ്പിക്കാണ്. അപ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യണത്? പറ, ഇവന് എന്ത് ചെയ്തു? പറയുടെ കുട്ടി എന്ത് ചെയ്തു? 100 ചാക്ക് അരി യതീംഖാന കൊടുത്തു, 1 ചാക്ക് അരി യതീംഖാന കൊടുക്കാൻ പറ്റപ്പോ നിങ്ങൾ ഉണ്ടോ അല്ലേ? കൊടുക്കണ്ടട യതീംഖാനക്ക്. ആരുടെ യതീംഖാനക്ക് അരി കൊടുക്കാൻ പറഞ്ഞു? ബാക്കിയുണ്ടെങ്കിൽ കൊടുത്തോ. കാരണം യതീംഖാനക്ക് അരി കൊടുക്കാൻ നാട്ടുകാരൊക്കെ ഉണ്ടാവും. അതിന്റെ ഏട്ടന്റെ കുട്ടിയൊക്കെ അരി കൊടുക്കാൻ ഇജ്ജേ ഉള്ളൂ.
ആണോ അല്ലേ പറ. നിന്റെ പരിസരത്ത് ഒരാൾ വിഷമത്തിലാണ്, എല്ലാവരും പള്ളിയെ കൊണ്ടേ കൊടുക്കണ്ട. പള്ളിയെ കൊടുക്കൽ വാജിബില്ല, ഇത് വാജിബാണ്. 40 മനസ്സിലായ? ജീറാന് വിഷമമുണ്ടെങ്കിൽ, ജീറാൻ പട്ടിണിയാണെങ്കിൽ വയറ് നിറച്ച് കഴിക്കരുത് എന്ന് പുണ്യ റസൂൽ. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, മൻ ഹുമിൽ ജീറാൻ യാ റസൂലല്ലാഹ്, ജീറാൻ ഔ കമാ ഖാലു. ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഈ അയൽവാസികൾ എന്നാൽ എന്താണ് നബിയെ? 40 ഹാക്കറ വ40 ഹാക്കറ വ40 ഹാക്കറ വ40 ഹാക്കറ. ഒരു സൊസൈറ്റി ഒന്നിച്ച് ജീവിക്കുമ്പോൾ 40 വീട് ഇങ്ങനെ, 40 വീട് ഇങ്ങനെ, 40 വീട് ഇങ്ങനെ, 40 വീട് ഇങ്ങനെ. ഇപ്പം എത്ര? 160 വീട്ടിൽ പട്ടിനുണ്ടെങ്കിൽ ഇജെന്തിനാ എത്തിങ്ങാനി കൊടുത്ത്? ഈ തിങ്ങാനി കൊടുക്കാൻ നാട്ടുകാരൊക്കെ അല്ലേ? നിങ്ങൾ സ്ഥലത്തുണ്ടോ ആവോ? ആ അഹ്വജിനല്ലേ കൊടുക്കണ്ട്? ഞാനൊരു കുറ്റം ചെയ്തു എന്ന് ഹബീബ റസൂലുള്ള പറഞ്ഞു. ഞാൻ നോമ്പ് കാലത്ത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ ഒരാൾ വന്ന് നബിയോട്. അപ്പൊ 60 ദിവസം നോമ്പ് വെച്ചോ. അപ്പൊ പറഞ്ഞു, നബിയെ 30 ദിവസം തന്നെ ക്ഷമിക്കാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ, പിന്നെ എങ്ങനെ 60 വിൽക്കണ്? അപ്പൊ പറഞ്ഞു, പിന്നെ എന്നാ അടിമയെ മോചിപ്പിച്ചു. അത് നടക്കണ കാര്യമല്ല, എനിക്കൊന്നും നടക്കൂല. 60 മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കുക, അതും നടക്കൂല. എന്നാ ഇവിടെ ഇരിക്കുക. അപ്പൊ ഒരു കൊട്ട നിറയെ ഒരാൾ കാരക്കയും കൊണ്ടുവന്നു. അപ്പോൾ ഹബീബായ റസൂലുള്ളാ ആ കാരക്കയും കൊണ്ട്, ഒരു കൊട്ട നിറയെ കാരക്കയും കൊണ്ട് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാരക്ക ഇയാളെ കൈ കൊടുത്ത് പറഞ്ഞു, തസദ്ദഖ് ബിഹാ കഫാറത്തൻ ലക, അത് നിനക്കുള്ള കഫാറത്താണ്, പ്രായശ്ചിത്തമാണ്, ഇത് കൊണ്ട് ദാനം ചെയ്താളാ, എന്നാൽ ആ കുറ്റത്തിന് രക്ഷപ്പെടുന്നു പറഞ്ഞു. അപ്പോൾ അയാളെ ആ കൊട്ടണ് വാങ്ങി വേഗം എണീറ്റു. എന്നിട്ട് അയാൾ നബിയോട് ചോദിച്ചു, അലാ അഫ്ഖറ മിന്നി യാ റസൂലല്ലാഹ്, എന്നെക്കാളും വലിയ ഫക്കീറിനല്ലേ ഞാൻ ദാനം ചെയ്യേണ്ടതെന്ന് വെച്ചു. അതങ്ങനെയാണ്. മാബൈന ഹാദൈനി അഫ്ഖറ മിന്നി, ഈ 2 മലകൾക്കിടയിലും എന്നെക്കാളും വലിയൊരു ഫക്കീർ ഇല്ലാറും. നക്കുൽ അന്ത നെപ്പരി കൊണ്ടേ തിന്നട, നെപ്പരി കൊണ്ടേ തിന്നട, അതും കഫാറത്ത. അപ്പൊ ഓന് കഫാറത്താണ് ഓൻ തിന്നല്, ഓന്റെ പെണ്ണുങ്ങൾ തിന്നല്. ഓന്റെ പെണ്ണുങ്ങൾ പട്ടിണി കിടക്കവേ നാട്ടുകാർക്ക് കഫാറത്തോലും കൊടുക്കാൻ പാടില്ല. നിങ്ങൾ എന്താ ഇപ്പം മനസ്സിലാക്കി? നിങ്ങൾക്ക് അവനും അവൻ്റെ പെണ്ണുങ്ങളും പട്ടിണി കിടക്കുമ്പോൾ പുറത്തേക്ക് കഫാറത്തില്ല. 60 മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കണം ഇപ്പം എൻ്റെ കുറ്റത്തിന് ലാസ്റ്റ്. പക്ഷേ ആ കൊട്ട വാങ്ങിയ മനുഷ്യന് പിന്നെന്താ പറയണത്? 60 മിസ്കിന്മാർക്ക് പോയിട്ട് എനിക്കൊന്നിനും കഴിയൂല, പിന്നെ ഇത് ദാനം ചെയ്തോളാം. പക്ഷേ എന്നെക്കാളും ഫക്കീറിനല്ലേ ദാനം ചെയ്യേണ്ടത്? അതിന് ഈ 2 മലകൾക്കിടയിൽ എന്നെക്കാളും വലിയ ഫക്കീർ ഇല്ല. കണ്ടുപിടിച്ചു. അതെ അതെ അതെ, ഈ ഹദീസിൽ 100 മസല ഇമാമുന ശാഫിഈ തങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കണം, അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയായ ഒരു സുഖം ഉണ്ടാവും. എന്താ? നമ്മൾ എല്ലാത്തിനും നിയന്ത്രണം ഉണ്ടാവും. കാരണം അത് അള്ളാഹ്ക്ക് പൊരുത്തണ്ടാവില്ല എന്ന് മനസ്സിലാവും. അള്ളാഹുവിനെ പൊരുത്താണ് അവിടെ വിഷയം. അള്ളാഹുവിനെ നിന്റെ ഭാര്യ രോഗിയായി കിടക്കുമ്പോൾ നിന്റെ വസ്ത്രം അവൾക്ക് ഇട്ട് കൊടുക്കൂല. കാരണം നിന്റെ വസ്ത്രം അവൾ അലക്കും, അത് തെറ്റൊന്നുമല്ല. നിന്റെ വസ്ത്രം നിനക്കും അലക്കാം, അവൾക്കും അലക്കാം. ഒരു ഭർത്താവ് എന്ന നിലയിൽ കീഴ്പ്പെട്ട് അവളത് ചെയ്യുകയാണെങ്കിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അവൾക്ക് പനിയാവുമ്പോൾ, അവൾക്ക് വേദനയാവുമ്പോൾ, അവൾക്ക് പ്രയാസമാവുമ്പോൾ നീ കൊടുക്കൂല. എന്തുകൊണ്ട് കൊടുക്കൂല? വേഗം മറുപടി പറയടാ, ഇപ്പറഞ്ഞെന്ന്. അത് അള്ളാഹുവിന് പൊരുത്തണ്ടാവില്ല. അവളെ പൊരുത്ത അവളെ വസ്ത്രം നീ അലക്കലാണ്. ഭാര്യമാരെ വസ്ത്രം അലക്കിയവർക്ക് കൈപ്പൊക്കാം. നിങ്ങൾ ഉസ്താദ, ഞാനുണ്ട്, കൊടുക്കണ്ട, ഒറ്റക്കൊന്നുമല്ല, ഞാനുണ്ട്. അങ്ങോട്ടും അലക്കാലോ അങ്ങോട്ടും അലക്കാലോ ഒക്കെ അവൾക്കത് വാജിബുണ്ടോ? ഇല്ല. നിനക്ക് ഞായറാഴ്ച ഒഴിവാണ്, അന്ന് പെണ്ണുങ്ങളോട് പറഞ്ഞു ഇന്ന് അലക്കണ്ട, ഈ റാഹത്തെ കുറച്ചേരും കടന്നുറങ്ങിക്കോ, ഞാൻ അലക്കുന്നു, ഇന്നേതായാലും എനിക്ക് ലീവല്ലേ. എന്താ അങ്ങനെ? ഇതാണ്. ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ വലിയ കോജമാരായിട്ട് എന്തിനിങ്ങോട്ട് വന്നു? എന്താ ഭാര്യൻ്റെ വസ്ത്രം അലക്കിയാൽ? ഇവിടുത്തെ ഏറ്റവും വലിയ മുതിർന്ന ഒരു 8ാം ക്ലാസ് വരെ, 8ാം ക്ലാസ് കഴിഞ്ഞാൽ അവർ പറഞ്ഞേക്കും. അപ്പോൾ 8ാം ക്ലാസ്സുകാർക്ക് ഞങ്ങൾക്ക് നന്നാകണം നടന്നു കുറച്ച് കുട്ടികൾ
എന്നോട് കഴിഞ്ഞ ആഴ്ച വന്നാൽ ഞങ്ങൾക്ക് ഒന്നും കൂടി നന്നായി നല്ല സ്വാധീനങ്ങളാകണം ഉസ്താദേറും. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ പറയാം, ഞാൻ ക്ലാസ് പറയട്ടെ പറഞ്ഞു. അപ്പോൾ ആ ക്ലാസ് എല്ലാവരും കൂടി ഇരിക്കുക. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നന്നാകാൻ വഴിയുണ്ട്. 7ാം ക്ലാസ് വരെ കക്കൂസ് കഴുകുക, 7ാം ക്ലാസ് വരെ 6ാം ക്ലാസ് വരെ കഴുകുക, ഇഫ്ലൂട്ടിയാൽ എല്ലാവരും കൂടി കഴുകുക. അപ്പം 7ാം ക്ലാസ് വരെ കക്കൂസിൽ നിന്ന് പോരുമ്പോൾ പറയുക എന്ത്, അല്ല കുഞ്ഞാമരെ ഞാൻ കക്കൂസ് പോയിട്ട് ശരിക്കും വെള്ളം പറഞ്ഞിട്ടില്ലട്ടാ, ജെട്ടല്ലേ, ആയിക്കോട്ടെ ആയിക്കോട്ടെ പ്രശ്നമില്ല ആയിക്കോട്ടെ. ഇപ്പം 8ാം ക്ലാസ് വരെ വിചാരം എന്താ, ഇപ്പോൾ 8ാം ക്ലാസ് വരെ വിചാരം എന്താ, ഞങ്ങൾ ഇവിടുത്തെ സീനിയറായിട്ട് നമ്മളെ കാര്യം എന്തേ ഓരോ നോക്കാഞ്ഞു. എനിക്ക് ലോ കോളേജിലല്ലേ പഠിക്കണത്, ഇജ്ജ് ദാറുൽ ഖുർആനിലാണ്, എനിക്ക് നന്നാവണമെങ്കിൽ ഇത് ചെയ്യണം, അതാണ് ചെയ്യേണ്ടത്. ഇജ്ജ് അടിയിറങ്ങണം, അവർക്ക് ഹിദ്മത്ത് ചെയ്യണം, അവരെ വസ്ത്രം അലക്കി കൊടുക്കണം. അത് അലക്കി കൊടുക്കേണ്ട ഒരു ബാധ്യത എനിക്കില്ല. ഉസ്താദിന്റെ വസ്ത്രം അലക്കി കൊടുത്താൽ പത്രാസാണ്, താഴെയുള്ള ഒരു വസ്ത്രം അലക്കി കൊടുത്താലോ ഞാൻ വസ്ത്രം അലക്കി തരാം, പക്ഷെ ആരും പറയരുത്. ഉസ്താദിന്റെ വസ്ത്രം അലക്കൽ കൊടുക്കൽ ശിഷ്യന്മാർക്ക് അത് എന്താണ് പറയൽ, പത്രാസാണ്. പുറത്തിറങ്ങിയാലും എന്ത് പറയും, അത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ട് മുദരിസായ സമയത്ത് എന്താ പറയാ, ഞാനാണ് ഞങ്ങൾ ദാറുൽ ഖുർആനിൽ പഠിച്ചിരുന്ന കാലത്ത് ഉസ്താദുമാരൊക്കെ വസ്ത്രം അലക്കി കൊടുത്തിരുന്നത് ഞാനാ. ഇപ്പൊ കോളർ ഒന്നും കൂടി പൊന്തിച്ചു. അതേ സമയത്ത് ഇവൻ കാളിയ മാനിൽ വേറൊരാള് വന്ന് പറഞ്ഞു, ഇവൻ അവിടെ ഓതാനൊന്നും നേരം കിട്ടിയിട്ടില്ല, ഇവൻ അവിടെ കക്കൂസ് കേൾക്കണ പണിയായിരുന്നു എന്ന് പറഞ്ഞാൽ പള്ളി പ്രസിഡന്റും സെക്രട്ടറിയും നമ്മൾ മുഷാവറ ചെയ്യും. എന്ത് ഇത് നമുക്ക് പെട്ടതാണ് ഈ സാധനത്തിന്, എങ്ങനെയെങ്കിലും ഷാബാൻ നോക്കാതെ തന്നെ എന്നെ പിരിച്ചു കൊടുക്കും, എനിക്ക് നഷ്ടം ഉണ്ടാവുള്ളൂ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അപ്പം അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടിയാകുമ്പോൾ എല്ലാം നമ്മൾ കൃത്യമാക്കും. നമ്മൾ അവൾ നമ്മളെ വസ്ത്രം അലക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവളെ വസ്ത്രവും അലക്കും. എന്തുകൊണ്ട്? അതാണ് അള്ളാഹ്ക്ക് പൊരുത്തം. കിടക്കുന്ന കിടക്ക ഒരു ദിവസം അവൾ തെറ്റി വിരിച്ചാൽ ഈയും തട്ടിയിരിക്കും. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവൾ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ഉള്ളിയും മുളകും ഈയെങ്കിലും അരിഞ്ഞു കൊടുക്കും. മനസ്സിലാണ്ട് പറഞ്ഞത് അങ്ങനെ. ഈയോ ഇറച്ചി മുറിക്കും. അവളോട് പറയും അടുപ്പത്ത് വിറകി നോക്കോ, ഇറച്ചി ഞാൻ മുറിക്കാം. ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? ഇറച്ചി മുറിക്കും. യുഫ്ലി സൗബവും, വസ്ത്രം ശുദ്ധീകരിക്കും. വയഹ്ലിബു ശാത്തവും, ആടിനെ കറക്കും. ഈ ഹദീസ് പഠിച്ചിരുന്ന കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഭാര്യമാര് ചായ ഉണ്ടാക്കണ നേരത്തെ നബി ആടിനെ കറക്കാൻ പോയതാണ്. പിന്നെ മനസ്സിലാവുന്നത് അക്കാലത്ത് ചായ സാധനം പ്രചാരത്തിലില്ല. അപ്പൊ എന്താ അവിടെ? സുബഹി നിസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ നബി എന്ത് ചെയ്യും? പറ നബി എന്ത് ചെയ്യും? ആടിനെ കറക്കും. എന്നിട്ട് ഭാര്യ കൊണ്ടേ കൊടുക്കും, ഭാര്യ കുടിക്കും. ഇപ്പൊ റസൂലുള്ള നോക്കി നിൽക്കും. ഭാര്യ ചുണ്ട് വെച്ചെടുത്ത് ചുണ്ട് വെക്കും. മഹബത്തല്ല, ഓളോടുള്ള ഇഷ്ടപ്രകടനം. നിങ്ങൾ ഇതിന്റെ കൂടെ അല്ല. റസൂലുള്ള ആദ്യം ആരല്ല കുടിക്കണ ആളാരല്ല, നബി നിങ്ങൾ കുടിച്ച അതല്ലേ ബർക്കത്തിനല്ല. ഭർത്താവിന്റെ ബർക്കത്ത് ഭാര്യ ആദ്യം കുടിക്കലാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാല് കറന്നുകൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യും? ഭാര്യ കൊടുക്കും. ശ്റബി കുടിക്കുന്നറിയും. ഭാര്യ പാല് കുടിക്കും. എന്നിട്ട് ഹബീബായ നബി എന്ത് ചെയ്യും? നോക്കി നിൽക്കും. അവിടുത്തെ ചുണ്ട് വായ വെക്കും. ഭാര്യ ചുണ്ട് വെച്ചെടുത്ത് നബി എന്ത് ചെയ്യും? ചുണ്ടക്കും. മഹബത്തല്ല, അവളോടുള്ള ഇഷ്ടം. ഉറക്കെ പറയടാ, അതാണടാ മുഹമ്മദ്. അതുകൊണ്ടാണ് മുഹമ്മദായത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആള് മുഹമ്മദ് തന്നെയാ. എന്തിൽ മുഹമ്മദാ? പ്രശംസിക്കപ്പെടേണ്ട വ്യക്തിയാ. ജീവിതത്തിൽ ഇല്ല. ജീവിതത്തിൽ കാല് നീട്ടിയിരുന്നിട്ടില്ല. അത് അള്ളാന്റെ വജഹിനെതിരാണ്. ഇങ്ങനെ പോട്ടെ, എങ്ങനല്ല
പറയടാ പറയടാ. മാ ജലസമാദൻ രിജ്ലൈഹി, കാല് നീട്ടി ഹബീബാ നബി ഇലാ ജുലസാഇഹി, സദസ്സിലേക്ക് കാല് നീട്ടി നബി ജീവിതത്തിൽ ഇരുന്നിട്ടില്ല. പ്രൊഫസറുടെ മുന്നിൽ കസേര ഇരിക്കുക, അതിന്റെ മേലെ മേശമ്മക്ക് പ്രൊഫസർ കാലെടുത്ത് വെക്കുക, കുട്ടികൾ പഠിക്കുക. അങ്ങനത്തെ പ്രൊഫസറെയും എനിക്കറിയാം. ആര് എന്തിന് മരണം വരെ ചോദിക്കരുത് പറയില്ല, നമ്മളെ പറയില്ല. അങ്ങനെ ഉണ്ട്. എന്താ ഒരു റിസർച്ച് നടത്തുന്നത് തുഹഫ, എന്താ റിസർച്ച് നടത്തുന്നത് മഹല്ലി, എന്താ റിസർച്ച് നടത്തുന്നത് മിഷ്കാത്ത്, എന്താ റിസർച്ച് നടത്തുന്നത് മുസ്ലിം ബുഖാരി. എന്ത് ദീന അവർക്ക്, എന്ത് ദീന? റസൂലുള്ള എങ്ങനെ ഇരുന്നിട്ടില്ല? പറ മോനെ, എങ്ങനെ ഇരുന്നിട്ടില്ല? ഞാൻ എടാ ഞങ്ങളെ മുന്നിലേക്ക് ഇങ്ങനെ ഇരുന്നാൽ എൻ്റെ ഈ വാലിൽ ആരെ വജഹില്ല, അള്ളാടെ വജയില്ലെങ്ങായി. ഞാൻ അങ്ങനെ ഇരുന്നാ അള്ളാടെ വജയില്ലെങ്ങായി. ഒരു കാല് മേലെ കാല് കയറ്റി വെച്ചിട്ട് മുത്തുനബി ജീവിതത്തിൽ ഇരുന്നിട്ടില്ല, ജീവിതത്തിലില്ല, ഇങ്ങനെ ഇരുന്നിട്ടില്ല. അള്ളാ, ആ മനുഷ്യൻ്റെ അനുയായി നമ്മള്. അപ്പൊ ഈ അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടിയായ എന്തിലും കൃത്യത, എന്തിലും. ഇപ്പൊ അള്ളാഹിന്റെ വജഹിന് വേണ്ടി ഭക്ഷണം കഴിക്കാൻ മൂക്കറ്റ എനിക്ക് തിന്നാൻ പറ്റൂല, കാരണം അതിൽ അള്ളാഹിന്റെ വജഹ് ഇല്ല. എന്തിലും. അപ്പൊ ഏത് കാര്യം അവസാനിപ്പിക്കുകയാണ്, ഏത് കാര്യം ആരുടെ വജഹിന് വേണ്ടിയാക്കുക, അള്ളാഹിന്റെ വജഹിന് വേണ്ടിയാക്കുക. വളരെ ചിന്തിക്കണം, നല്ലോണം ചിന്തിക്കണം. ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഒരു 5 ജീവിതത്തിൽ നിന്ന് വർജിക്കേണ്ട 5 സാധനങ്ങൾ 5 ക്ലാസ്സിൽ പറഞ്ഞുതരാൻ തീരുമാനിച്ചിട്ടുണ്ട്. 5 സാധനം വർജിക്കണം, ജീവിതത്തിൽ മാറ്റിവെക്കണം. അത് നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാലും, അത് ഞാൻ അടുത്ത ആഴ്ച വേറെ സാധനം പറയും. 1, ഏറ്റവും വലിയ വൈറ്റ് പോയിസനായ പഞ്ചസാര ഒഴിവാക്കണം. നിത്യജീവിതത്തിൽ നിന്ന് പഞ്ചസാര മാറ്റിവെക്കണം. കാരണം പഞ്ചസാര അത്ര അപകട. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇന്ന് ഏറ്റവും രോഗമുള്ള സമുദായം മുസ്ലിങ്ങളാണ്. അതിന് അടിസ്ഥാന കാരണം പഞ്ചസാര. ബേക്കറി അടക്കം ശർക്കര ഉപയോഗിച്ചാൽ മതി. ഇവിടെ ശർക്കര ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്ന ഒരു കൂട്ടർ എൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച വന്നു. അപ്പോൾ അവരാണ് ഇന്ന് ചായ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട്, ഇതൊരു തൗഫീഖാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ മനസ്സിൽ വിചാരിച്ചു 5 ആഴ്ച 5 ജീവിതത്തിൽ മാറ്റി വെക്കേണ്ട 5 സാധനങ്ങളെ പറയും. അത് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇവരെൻ്റെ അടുത്ത് വന്ന്, അവരെ കയ്യിൽ നിന്ന് ശർക്കര വാങ്ങൽ നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല, ഇനി വേണമെങ്കിൽ വാങ്ങാം. അവർ ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ ഫാക്ടറി പോയി ശർക്കര കൃത്യമായി നോക്കി പഠിച്ച് കൊണ്ടുവരികയാണ്. ശർക്കര എന്ന് പറയുമ്പോഴത്തേക്കും വാങ്ങണ്ട, കാരണം വൈറ്റ് ഷുഗറിൽ കളർ കൂട്ടിയാൽ ബ്രൗൺ ഷുഗർ ആവും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ ജീവിതത്തിൽ പഞ്ചസാര ഒഴിവാക്കണം. പഞ്ചസാര ഒഴിവാക്കണം, ഉറപ്പിട്ട് ഒഴിവാക്കണം. പഞ്ചസാര ഒഴിവാക്കിയവർക്ക് കൈപ്പൊക്കാം. പഞ്ചസാര ജീവിതത്തിൽ ഒഴിവാക്കണം. ഡോക്ടറുണ്ട്. പഞ്ചസാര ഒഴിവാക്കണം. അടുത്ത് പറയും പഞ്ചസാര ഒഴിവാക്കണം. ഒഴിവാക്കാൻ തന്നെ വേണം. മജ്‌ലിസുകളിലൊന്നും പഞ്ചസാര വേണ്ട. ശർക്കര ഉറപ്പുണ്ടെങ്കിൽ ശർക്കര ആയിക്കോളി. ഞാൻ മറയൂർ പോയിട്ട് ശർക്കര കൊണ്ടുവന്നു. ഈ നോമ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ മറയൂർ പോയി. മറയൂർ ശർക്കര നോക്കി കണ്ടു. മറയൂർ ശർക്കര കൊണ്ടുവന്നു. നീ അല്ലേ കൂടെ ഉള്ളത്? അൻവർ കൂടെ ഉണ്ട്. മറയൂർ ശർക്കര മറയൂരിന് കൊണ്ടുവന്നു. അത് കണ്ട് പഠിച്ച്. എന്തുകൊണ്ട്? ഒരു നന്മയാണ്. പഞ്ചസാര ഒഴിവാക്കണം. പഞ്ചസാര എന്ന് പറഞ്ഞാൽ അസുമുൽ ഖാതിൽ, നിശബ്ദമായ കൊലപാതകിയ. പഞ്ചസാര നിത്യമായി ഉപയോഗിക്കുന്നവർക്ക് രോഗം വരാതെ നിർവാഹമില്ല. അവർക്ക് ക്യാൻസർ എന്തെങ്കിലും അവർക്കുണ്ടോ? ഒഴിവാക്കന്നെ വേണം. പഞ്ചസാര ജീവിതത്തിൽ ഒഴിവാക്കുക. അത് വീട്ടിൽ ഈ ക്ലാസ് കേൾക്കുന്നവരോട് ഞാൻ പറയാം, അത് പാത്രം കഴുകിയാൽ വെച്ചാൽ പഞ്ചസാര വേണ്ട, ശർക്കര. അടിസ്ഥാനപരമായി പഞ്ചസാര അടുത്ത കാലത്ത് വന്നതാണ് നമ്മളെ നാട്ടിലേക്ക്. നമ്മളെ അടിസ്ഥാനപരം അതിനെന്തായിരുന്നു? നമ്മളെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ പഞ്ചസാര ഇല്ല നിന്നെപ്പോലെ പറയാൻ ഉണ്ടായിരുന്നില്ല. ഒരു 40 കൊല്ലം മുമ്പ് എൻ്റെ വീട്ടിൽ പഞ്ചസാര ഇല്ലായിരുന്നില്ല എന്ന് പറയാനുള്ളവർക്ക് കൈപ്പൊക്കാം. അല്ലേ? സത്യല്ലേ? ഉണ്ടായിരുന്നില്ല, പഞ്ചസാര ഇല്ല. അന്ന് നമ്മൾ വിചാരിച്ചു ദാരിദ്ര്യാണ്.
ആ ദാരിദ്ര്യം ഹൈറായിരുന്നു. പഞ്ചസാര വളരെ അപകടകരമായ സാധനമാണ്. ശർക്കരന്റെ പൊടി, അതെ അതെ അതെ. അതുകൊണ്ട് അതാണ് അക്കാലത്ത്, അതാണ് അത് ശർക്കരയാണ്. ശർക്കര തന്നെ, പഞ്ചസാരയല്ല. വളരെ ചിന്തിക്കണം. പഞ്ചസാര ഉപയോഗിക്കരുത്. ആരോഗ്യമുണ്ടല്ലേ, അസ്യഹതു ഖൈറും മിനൽ ഗിനാ. സമ്പത്തിനേക്കാളും വലിയ കാര്യം ആരോഗ്യമാണ്. സല്ലല്ലാഹുൽ ആഫിയ. നിങ്ങൾ അള്ളാഹുവിനോട് സമ്പത്തല്ല എപ്പോഴും എന്ത് ചോദിക്കണം? ആരോഗ്യം. പുണ്യ റസൂൽ എന്താ ഹദീസ്? സല്ലല്ലാഹുൽ ആഫിയ. എപ്പോഴും നിങ്ങൾ അള്ളാഹുവോട് ആഫിയത്ത് ചോദിക്കണം. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത വഅഫിനി. അപ്പത്തിന് വഅഫിനി. ഹിദായത്ത് നടപ്പിലാക്കണമെങ്കിൽ എന്ത് വേണം? ആഫിയത്ത് വേണ്ടേ? പിന്നെയാണ് വത്തവല്ലനി. സത്യത്തിൽ വത്തവല്ലൻ നീ എന്നെ ഏറ്റെടുക്കണേ. അതിൻ്റെയും മുമ്പ് എന്താ ചോദിച്ചത്? ആഫിയത്ത്. പറ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത. നീ ഹിദായത്ത് തന്നവരെ കൂട്ടത്തിൽ എനിക്ക് ഹിദായത്ത് തരണം. പിന്നെ വഅഫിനി ഫീമൻ ആഫൈത. നീ ആഫിയത്ത് കൊടുത്തവരെ കൂട്ടത്തിൽ എനിക്ക് നീ ആഫിയത്ത് തരണം. വത്തവല്ലനി, നീ എന്നെ ഏറ്റെടുക്കണം. അത് മൂന്നാമതാണ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞത്. ഒന്ന് ഹിദായത്ത്, രണ്ട് ആഫിയത്ത്. കാരണം നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? ആഫിയത്ത് വേണം. പണ്ട് ആഫിയത്ത് ഉള്ളവർക്ക് എല്ലാവർക്കും ആഫിയത്ത് ഉണ്ട്. അന്ന് പള്ളിയിൽ കസേരയില്ല. എന്റെ കുട്ടിക്കാലത്ത് പള്ളിയിൽ കസേരയില്ല. ഇപ്പൊ പള്ളിയിൽ കസേര അല്ലാതെ വേറൊന്നുമില്ല. ഒന്നാം സഫ് കസേര. പ്രസിഡന്റ് ആണെങ്കിൽ പറയും വേണ്ട, നേരെ നടുവിലിരിക്കുക കസേര. ഈ കസേരയിലിരിക്കുന്ന ഒരു സൈഡിക്ക് മാറി. കസേരയിൽ നിസ്കാരം തന്നെ അല്ല. എന്ത് നിസ്കാരം? ഇരുന്ന നിസ്കാരം എങ്ങനെ? ഇരുന്ന നിസ്കാരം എങ്ങനെ? താഴെ ഇരുന്ന നിസ്കാരം എങ്ങനെ? ഇരുന്ന നിസ്കാരം എങ്ങനെ? നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇരിക്കാം. നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സ്വയം കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരാളെ സഹായം കൊണ്ട് കഴിയുമെങ്കിൽ സഹായം തേടണം. തിരിഞ്ഞിട്ടില്ല, ഈ പണിക്ക് കൂലി എടുക്കണില്ലേ? ഈ അഞ്ചോത്തെ നിസ്കാരത്തിൽ ഒരാൾ എന്നെ അങ്ങനെ പിടിച്ചിട്ട് അവനെ 500 രൂപ എടുത്താളാ. എന്താ അങ്ങനെ കൊടുത്താൽ? അതിനൊന്നും ആവൂല. എനിക്ക് നിസ്കാരമല്ല. ഒരാളെ സഹായം കൊണ്ട് എണീറ്റിക്കാൻ കഴിയുമെങ്കിൽ എന്ത് ചെയ്യണം? സഹായം കൊണ്ട് എണീക്കണം. അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഇരിക്കണം. എങ്ങനെ ഇരിക്കല്? നിസ്കാരത്തിൽ ഇരുത്ത എങ്ങനെ? ഇങ്ങനെ കസാരി കുത്തിരിക്കുക. നിസ്കാരത്തിൽ ഇരുത്തടാ. ഇതാണ് നിസ്കാരത്തിലിരുത്തം. ഇരുന്ന നിസ്കാരം എവിടെയല്ല? എവിടെയല്ല? അതൊക്കെ 100-ാം നമ്പറല്ലേ? ഞങ്ങൾ ഇരിക്കേണ്ടത് എങ്ങനെ? നീ അത്തഹയ്യാത്തിൽ ഇരിക്കുമ്പോഴേ ഇരിക്കണം. പള്ളിയിൽ മുഴുവനും കസേരയാണ്. ഇത് വന്നിട്ടൊരു 10, 15, 20 അങ്ങനെ തന്നെ അല്ലേ? 20 ആയിട്ടില്ല. ഇപ്പൊ അടുത്ത കാലത്ത് എവിടേക്കപ്പി പോണത്? എന്തതിൽ നിയമമൊന്നുമില്ല. പഴയ കാലത്തിന് ആവശ്യം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അവര് ആരോഗ്യം ക്ഷയിപ്പിക്കുന്ന ഒരു സാധനം കഴിച്ചിട്ടില്ല. 82-ാമത്തെ വയസ്സിൽ എൻ്റെ ഒപ്പം മരിക്കണത്. ജീവിതത്തിൽ ഇരുന്ന് നിസ്കരിച്ചില്ല. 82-ാമത്തെ വയസ്സിൽ എൻ്റെ ഒപ്പം മരിക്കണത്. അതിന്റെ അപ്പുറം ഉണ്ടാവും. അവരെ കണക്കാ. 82-ാമത്തെ വയസ്സിൽ എൻ്റെ വാപ്പ മരിക്കണത് എന്തിലിരുന്നിട്ടില്ല? കസേരയിലിരുന്ന് നിസ്കരിച്ചിട്ടില്ലടാ. അക്കാലത്തെ മനുഷ്യന്മാരൊന്നും അങ്ങനെയല്ല. ഇപ്പൊ തുടങ്ങിയതാണ് കുറച്ച് മുതലാളിമാരും കുറച്ച് കസേരയും. അൽഹംദുലില്ലാഹ്. മലയാളം എന്ത് തുടങ്ങി? എന്ത് പള്ളിയിൽ ഇരിക്കാൻ വഖഫ്? എന്ത് കസേര? ഈ മൗലവിമാർക്ക് ജുമാക്ക് ശേഷം പ്രസംഗിക്കാം. എന്ത് ഒരു 10 കസേരന്റെ കൂടി ആവശ്യമുണ്ട്. ആരാ കൊടുക്കുക? ഒരു കസേരക്ക് 400 രൂപ. അവറാണ് കുഞ്ഞായ മൂട്ടി. ഇതിനെന്ത് ദീനാള്? ഇതെന്ത് ദീനാണ് പറഞ്ഞുകൊണ്ടത്? അടിസ്ഥാനമായി മുൻഗാമികൾക്ക് ആരോഗ്യമുണ്ട്. എന്തുകൊണ്ട്? അവർ ശരീരം മെനക്കെടുന്നുണ്ട്. ഒന്ന്, ആവശ്യമില്ലാത്തൊരു സാധനം അവർ കഴിച്ചിട്ടില്ല. അവരിൽ നുള്ളു പഞ്ചസാര കഴിച്ചിട്ടില്ല. പഞ്ചസാര ജീവിതത്തിന് എടുത്തു കളയണം. സമ്പത്തിനേക്കാളും വലുത് ആരോഗ്യമാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ. അൽ ഫാത്തിഹ.